നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 24 റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ രജിത് സാറിൻ്റെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ചാനലിൽ. ഏത് ചാനലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അതിൽ പുള്ളി പറയുന്നുണ്ട്, ജിൻഡോ എൻ്റെ ശിഷ്യനാണ്, അതായത് ശ്രീശങ്കര കോളേജിൽ എൻ്റെ ശിഷ്യനാണെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവൻ നല്ല പയ്യനാണ്, അവൻ നല്ലൊരു ഗെയിമറാണ്. 2 ആഴ്ച കഴിയുന്നതോടുകൂടി 2-3 ആഴ്ച കഴിയുന്നതോടുകൂടി അവൻ്റെ ഗെയിമിൽ ഒരുപാട് ചേഞ്ച് വരും, നല്ലൊരു പ്ലെയർ ആണെന്ന് രജിത് സാർ അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു ദിവസം കണ്ട് നമ്മളെല്ലാവർക്കും മനസ്സിലായ ഒരു സംഭവം എന്താ വെച്ചാൽ, രജിത് സാർ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതിനെ പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ ഒരു ദിവസം ജിൻഡോയുടെ ഗെയിം ഉണ്ടായത് കേട്ടോ. ഇന്നലത്തെ ഡേ കംപ്ലീറ്റ് ആയിട്ട് ജിൻഡോ കൊണ്ടുപോയി എന്നാണ് ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ കേസ്, ബിഗ് ബോസിലുള്ള എല്ലാവരും കൂടി ജാസ്മിൻ ഗബ്രി അവരുടെ ഭാഗത്തു നിന്ന് തിരിഞ്ഞ് ഒരു സമയം ജാസ്മിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ജിൻഡോക്കെതിരെ കളിക്കുന്ന സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ജിൻഡോ എന്ന മൈൻഡ് ഗെയിമർ, അയാൾ എന്ത് ഗെയിം കളിച്ചാലും വെറുപ്പിച്ചാലും അതല്ലെങ്കിൽ ഒരു മണ്ടൻ എന്നുള്ള ആ ഒരു വിളി ഒരുപാട് പ്രാവശ്യം ഗബ്രി വിളിക്കുന്നുണ്ട്. ഒരു മണ്ടൻ പരിവേഷം സ്വയം അണിഞ്ഞ് ആ ഒരു രീതിയിൽ പുള്ളി പോയാലും എന്താണെന്നുണ്ടെങ്കിലും അയാളുടെ ഗെയിം അവിടെ വർക്കൗട്ട് ആവുന്നുണ്ടെന്നുള്ളതാണ് ഇന്നലെ ഒരു ദിവസത്തിനുള്ളിൽ ലൈവ് അപ്ഡേറ്റ് പ്ലസ് ഇന്നലെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ട്. ലൈവ് അപ്ഡേറ്റ് കണ്ടാൽ ഒന്നുകൂടി വളരെ ക്ലിയർ ആയിരിക്കും. പ്രത്യേകിച്ച് ഇന്നലെ ആ ചൂലിൻ്റെ വിഷയം. ഓക്കെ, ഞാൻ ആ ഒരു അടുക്കളയിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേര് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ചൂലെടുക്കുന്നു, ബാത്റൂമിൽ ചൂല് കൊണ്ടുവന്നിട്ട് അവിടെ തുടയ്ക്കുന്ന സമയത്ത് കത്തിയെടുത്ത് കട്ട് ചെയ്യുന്ന, ഇതൊക്കെ തെറ്റാന്നുള്ളത് ഏതൊരു സാമാന്യ മനുഷ്യനും അറിയാം. ഇവിടെ ജിൻഡോ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ജിൻഡോ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നു. ആൾക്കാർ അതിൽ കയറി പിടിച്ച് നേരെ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആവുകയാണ്. ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജിൻഡോ തുടക്കം തൊട്ടേ ഒരു മണ്ടൻ പരിവേഷമാണ് ജിൻഡോക്ക് അതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു പൊട്ടത്തരം പറയുന്ന മണ്ടത്തരം പറയുന്ന ഒരു വ്യക്തിയായിട്ട്. അയാൾ കംപ്ലീറ്റ് ആയിട്ട് മണ്ടത്തരം പറയുന്നില്ല എന്ന് പറയുന്നില്ല, അയാൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് കൊണ്ട് കല ഉടയ്ക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ജിൻഡോ അവിടെ കളിക്കുന്ന ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോ ഒരു ചെറിയ സാധനം ഇട്ട് കൊടുക്കുന്നു, മണ്ടനാണെന്ന് തോന്നിയിട്ട് സംഗതി ഇട്ട് കൊടുക്കുന്നു, മണ്ടത്തരം കാണിക്കുന്ന പോലെ പല കാര്യങ്ങളും കാണിക്കുന്നു. ഒപ്പം ഹൗസിലുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്തിട്ട് അവർക്ക് ആളുടെ ഗെയിം മനസ്സിലാവുന്നില്ല. ആ ഗെയിം മനസ്സിലാവാതെ ഇയാൾ ഇട്ട് കൊടുക്കുന്ന ചൂണ്ടയിൽ അവർ കയറി കൊത്തുന്നു എന്നുള്ളതാണ് സത്യം. അതിന് ഏറ്റവും കൂടുതൽ ഇന്നലെ അവിടെ കൊത്തിയിട്ടുള്ള ഫസ്റ്റ് വ്യക്തി ഗബ്രിയാണ്. ആക്ച്വലി ഗബ്രിയുടെ ഒരു മൈൻഡ് ഗെയിം കാരണം ഇത് ഈ ജിൻഡോനെ ഈ സീസൺ 6 രാജാവാക്കി മാറ്റുന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതായത് ജിൻഡോ എന്നാലും ഇങ്ങനെ ഗബ്രി ഇങ്ങനെ ഭയങ്കരമായിട്ട് ജിൻഡോനെ പിന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇപ്പം അടിക്കും, പക്ഷേ ജിൻഡോ ഒരടി അവിടെ അടിക്കില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള വലിയ എന്താ പറയുക, ബിഗ് ബോസിൽ ഭയങ്കര ഗെയിമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കയറി ചെന്നവർക്ക് ഒരു തുള്ളി പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഗബ്രി ഇന്നലെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ജിൻഡോനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് സംസ്കാരം, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ സമൂഹത്തിൻ്റെ എല്ലാ സിറ്റുവേഷനിൽ നിന്നും വന്ന ആൾക്കാരാണ്. നല്ല രീതിയിൽ വളർത്തിയതും വളർത്താത്തതെന്ന് ഞാൻ പറയുന്നില്ല, ആ ഒരു രീതിയിലുള്ള വളർന്നു വന്നിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ളത്. അപ്പോൾ അവരുപയോഗിക്കുന്ന ഭാഷയും കാര്യങ്ങളും ഒരു കൂട്ടം ഓഡിയൻസ് പറയുന്നത് കേട്ടു, ഫാമിലി ഓഡിയൻസിന് കണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിന് മുന്നുള്ള കേസിൽ ഫാമിലി ഓഡിയൻസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഡിയൻസിനുള്ളതാണ്. എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നത്. രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ എല്ലാ ടൈപ്പ് ആൾക്കാരും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെന്നുള്ള സംഭവം. ഇപ്പോൾ ജിൻഡോൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. 2 കാര്യം. ഒന്ന്, ജിൻഡോ ഇന്നലെ 2 3 4 കാര്യങ്ങളുണ്ട്. ജിൻഡോ ഇന്നലെ ആ ഒരു ചൂലെടുത്തിട്ട് ആ ബാത്റൂമിലുള്ള ചൂലിനെ കത്തി കൊണ്ട്, അതായത് അടുക്കളയിൽ കറിക്ക് അരിയുന്ന കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ജിൻഡോ, സ്വാഭാവികമായിട്ടും അത് എത്രത്തോളം നമുക്ക് സ്വാഭാവികമായിട്ടും കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കും. പക്ഷേ ഇതിൽ ആൾക്കാർ പ്രൊവോക്ഡായി ചൂടാവുമ്പോൾ ഇത് പ്ലസ് അതിനുശേഷം അവിടെ അടിച്ചു വരാൻ പറയുന്നു. ഈ അടിച്ചു വരാൻ പറയുന്ന സമയത്ത് രശ്മിൻ കാണിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞ രശ്മിൻ ഇതിന് മുന്നേ ലാലേട്ടൻ്റെ മുന്നിലൊരു സംഗതി കാണിച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചു. രശ്മിൻ കാണിച്ചിട്ടുള്ള ലാലേട്ടൻ ഈ ചോദിക്കണം എന്ന് ആഗ്രഹമുള്ള ലാലേട്ടൻ മിക്കവാറും ചോദിക്കാൻ പോകുന്ന കാര്യം. രശ്മിൻ മാത്രമല്ല, അതിൽ അർജുനും കുറ്റവാളിയാണ്. കുറ്റവാളി ഇൻ ദ സെൻസ് അർജുനും അതിൽ കുറ്റക്കാരാണ്, കുറ്റവാളിയല്ല. അപ്പോൾ അർജുനും ആണെന്നുണ്ടെങ്കിൽ രശ്മിൻ സ്പെഷ്യലി ആ ഒരു മുട്ടത്തോട് മുട്ടത്തോടോ എന്തൊക്കെയാണ് കൊണ്ടുവന്ന് ഇടുന്നു. അർജുനാണത് പറഞ്ഞു വന്നിട്ടുണ്ട്, ഉള്ളിത്തോലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നുള്ള രീതിയിൽ. പിന്നെ ഇയാൾ അടിച്ചു വരുന്ന സമയത്ത് അവിടെ കയറി അർജുൻ നിൽക്കുന്നു. രശ്മിൻ ഇത് കംപ്ലീറ്റ് കൊണ്ടുവന്നിടുന്നു. നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സീസൺ 2 രജിത് സാർ, ഒരുപാട് തത്വങ്ങളൊന്നും പറയാത്ത രജിത് സാർ സ്വയം എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു പാവമാണെന്നുള്ളത് പുറത്തേക്ക് കാണിച്ചു കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ വാങ്ങിപ്പിക്കുന്ന ഒരു വ്യക്തി പോലെയായിട്ട് ഇന്നലെ കംപ്ലീറ്റ് ഡേ സ്വയം ജിൻഡോ മാറില്ല, ജിൻഡോനെ കൂടുതലായിട്ട് മാറ്റി എന്നുള്ളതാണ് പറയാം.
രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ആ കൊച്ചിക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ അറിയാം, ജിൻഡോന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ജിൻഡോ പറയുന്നു, ജിൻഡോ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറയും, അവിടെ എല്ലാവരും പ്രൊവോക്ഡ് ആവും. കറക്റ്റായിട്ട് ജിൻഡോ അടിക്കുന്നത് രശ്മിനാണ്. രശ്മിനെ പറഞ്ഞോട് രശ്മിൻ പ്രൊവോക്ഡ് ആവുന്നു, രശ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന അർജുൻ പ്രൊവോക്ഡ് ആവുന്നു, ഈ പവർ ടീമിനുള്ളിൽ ഇഷ്യൂസ് വരുന്നു, ഇത് ആൾക്കാരെ ഏറ്റുപിടിക്കുന്നു വളരെ ക്ലിയർ ആയിട്ട്. എന്നിട്ട് ഇനി എന്ത് സംഭവിക്കും? കൂടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് വിളിച്ച് ചോദിക്കുന്നല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെയും ജിൻഡോയ്ക്ക് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നു അല്ലേ? പിന്നെ അപ്സരയുടെ ആ തുപ്പിയ കേസ്, ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോൻ്റെ ഉള്ളിൽ വളരെ എന്താ പറയുക, ബിഗ് ബോസ് മലയാളം സീസൺ 2 കണ്ടിട്ടുള്ള ഒരു ഗെയിമറെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതായത് എല്ലാ സ്ഥലത്തും നടന്ന ആരും കാണാത്ത രീതിയിൽ സിമ്പിൾ കാര്യങ്ങളിട്ട് ഇപ്പം ഇന്ന് രാവിലെയാണ് ഈ വീഡിയോ ചെയ്തത്. രാവിലെ തന്നെ ഇത് കഴിഞ്ഞ സമയത്ത് ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിൽ രശ്മിനായിട്ടും അർജുനായിട്ടും ചെറിയൊരു കോർക്കൽ അവിടെ കോർക്കുന്ന സമയത്ത് അതൊരു ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഒരു വർക്കൗട്ട് ചെയ്യുന്നൊരു പ്രശ്നം മാത്രമാണ്. ആ ഒരു ലൈവ് കണ്ടവർക്ക് അറിയാം, ഞാൻ ഡീറ്റെയിൽ വീഡിയോനെ കുറിച്ച് പിന്നീട് ചെയ്യാം. അപ്പോൾ അതായത് ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് മനുഷ്യനെ എന്താ പറയുക, അവിടെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാണെന്നല്ല, ആ ഒരു ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജിയാണ്. ഇപ്പം മലയാളം ബിഗ് ബോസ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഒറ്റപ്പെടുന്ന സ്ഥലത്ത് ഒരു രാജാവ് ജനിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നു. മലയാളികളുടെ പൊതു സ്വഭാവമുണ്ട്, നമ്മളെല്ലാവരും കൂടി അയാളെടുത്ത് പൊന്തിക്കുന്നു. ഇന്നലെ കാണാൻ കഴിയുന്നല്ലേ, ഇന്നലെ കമൻറ്റ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വീഡിയോസ് നോക്കുകയാണെങ്കിലും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ജിൻഡോൻ്റെ വില. ഇതേ സംഗതിയാണ് രാത്രി ജാസ്മിനും കാണിച്ചിട്ടുള്ളത്. ജാസ്മിൻ്റെ കൺട്രോൾ പറ്റപ്പോയി എന്നുള്ളതാണ് സത്യം. സ്വാഭാവികമായിട്ടും പോയിട്ടോ, പോയില്ല എന്ന് പറയാൻ പറ്റില്ല. ജാസ്മിൻ്റെ കൺട്രോൾ പോയി. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ തന്തമാർക്കും തള്ളമാർക്കും ഒന്നും യാതൊരു വിലയില്ല. അച്ഛന്മാർക്ക് തീരെ വിലയില്ല എന്നുള്ളതാണ് സത്യം. കാരണം നേരെ കയറി തന്തയ്ക്ക് വിളി, വീട്ടിലുള്ളൊരു വിളി, ഇത് മാത്രമേ ഉള്ളൂ. ജാസ്മിൻ്റെ സംസാരം ഞെട്ടിപ്പോയി സത്യം പറയാം. ഞെട്ടാനൊന്നുമില്ല, കാരണം വെച്ചാൽ അത് ഈ ബിഗ് ബോസിൽ വരുന്ന സമയത്താണല്ലോ എല്ലാവരുടെയും തനിനിറം പുറത്താവുക. അപ്പോൾ നമ്മൾ ഭയങ്കര സോഫ്റ്റായിട്ടും ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആൾക്കാർ, അതാണ് മെയിനായിട്ട്, ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആൾക്കാരൊക്കെ അതിനുള്ളിൽ ചെന്ന് കഴിയുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം ചന്തകളായിരുന്നു എന്നുള്ളത്. അതൊക്കെ അവരുടെ ഭാഷയും, അവരുപയോഗിക്കുന്ന ഭാഷയും അവർ കാണിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. പിന്നെ ജാസ്മിനെ ട്രിഗർ ചെയ്ത സംഭവം എല്ലാവർക്കും അറിയാലോ, ആ ഒരു ഇന്നർ വെയറിൻ്റെ ഇഷ്യൂ ആണ്. ജിൻഡോ അവിടെയാണ് ഞാൻ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ. എനിക്ക് അയാൾ കളിക്കുന്ന കളി അത്ര ഒരു പ്രശംസനീയമായിട്ടുള്ളൊരു കളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ഈ സീസൺ കണ്ടിടത്തോളം എന്താ പറയുക, നമുക്കിങ്ങനെ നോക്കിയിട്ട് ഇയാളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തോന്നും, ഇയാൾ കുറച്ചൊരു വാല്യൂസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഇയാൾ നല്ലൊരു ഗെയിമറാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതി, എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തോന്നുന്ന ഒരു വ്യക്തിയായിട്ട് ഇതിലില്ല. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ ഗെയിം കൊണ്ടുപോകുന്നത് ജിൻഡോ ആണ്. ഈ ജിൻഡോയുടെ ഈ ഗെയിം ഇങ്ങനെ തുടർന്ന് പോയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വൈൽഡ് കാർഡിനെ കൊണ്ട് പറ്റുള്ളൂ. അതിലേക്ക് ഇന്നലെ വേറെ സംഭവം കേട്ടു, കുറച്ച് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടു, ദുബായ് ജസ്സിയ, മറ്റേ ദുബായിൽ ജസ്സി ഇല്ലേ, ഒരു ദുബായ് ജസ്സി എന്നുണ്ടൊരാണ്, ഈ ടിക്ടോക്കൊക്കെ നോക്കുന്നവർക്ക് അറിയാം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അവനാണ് വരുന്നത് എന്നുള്ളത് കേട്ടു. എത്രത്തോളം അറിയില്ല, കാരണം വെച്ചാൽ നല്ലൊരു സ്ട്രോങ് വൈൽഡ് കാർഡ് വന്നാൽ മാത്രമേ ഇനി ഇതിലൊരു ചേഞ്ച് വരാനുള്ളൂ അല്ലേ. പിന്നെ ഇപ്പോൾ അടുത്തൊരു കണ്ടസ്റ്റൻസ് എടുത്ത് നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജാൻമണിയുടെ പെർഫോമൻസ് എൻ്റെ ചങ്ങാതി പറയാതിരിക്കാൻ വയ്യ. സീരിയസ് ആയിട്ട് പറയട്ടെ, എനിക്ക് അവരുടെ ഒരു ക്യാരക്ടർ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം എന്താ പറയുക, അവർ ഈ നാക്ക് കാണിക്കുന്നുണ്ട്. അവർ ഇനിയിപ്പോൾ കരുനാക്ക് എന്നാണ് അവർ പറയുന്നത്, അവരെന്തോ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നൊരു സംഭവമുണ്ട്. പല സിറ്റുവേഷൻസിലായിട്ട് നമ്മൾ കണ്ടു നാക്കിൻ്റെ കാര്യം. ഈ നാക്ക് നോക്ക് അതെന്തോ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആൻഡ് വളരെ മോശമായിട്ട് ബിഗ് ബോസിൽ ഏത് സീസണിലും കണ്ടത് വെച്ചിട്ട് എനിക്ക് വേസ്റ്റ് ആയിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കണ്ടസ്റ്റൻ്റായിട്ട്. ഇപ്പോൾ സീസണിലൊക്കെ റിയാസിനൊക്കെ എത്രയൊക്കെ റോബിനെ പുറത്താക്കിയെങ്കിലും നമുക്ക് എന്തോ ചെറിയൊരു ഇഷ്ടം റിയാസിനോട് തോന്നിയിരുന്നു പല സമയത്തും. പക്ഷേ ജാൻമണിയോട് എന്താ വെച്ചാൽ ഫസ്റ്റ് ജാൻമണി അത്രയും ദിവസം ഭയങ്കര നന്മയായിട്ട് നിന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇവരുടെ ഈ നാക്കിൻ്റെ ഈ ഒരു കാര്യം കാണിക്കില്ല. രണ്ടാമത്തെ കേസ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു നശിപ്പിക്കും. പല സിറ്റുവേഷനിലായി ജാൻമണി ഇത് പറയുന്നു, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അത് നശിപ്പിക്കും. എന്താണ് ഇവർ ഈ നശിപ്പിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു പക്ഷേ ചിലപ്പോൾ ഇവർക്ക് ഇത്രയധികം കണക്ഷൻസ് ഉണ്ട്, ആ കണക്ഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ജീവിതം തകർക്കുന്നതാണാവോ എന്താണെന്നുണ്ടെങ്കിലും വളരെ വേഴ്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. വളരെ എന്താ പറയുക, തലമിഞ്ഞി വീഴലാണെന്നുണ്ടെങ്കിലും എനിക്ക് ബേസിക്കലി കാണുന്നത് തന്നെ ഇറിറ്റേഷനാണ്. അപ്പോൾ അവരെ കൂടെ അതിനുള്ളിൽ നടക്കുന്നവരുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ജാൻമണിയുടെ കേസ്. പിന്നെ ജാസ്മിൻ ഇന്നലെ രാത്രി ജാസ്മിൻ ഒരിക്കലും പ്രൊവോക്ഡ് ആവാൻ പാടില്ലായിരുന്നു. ജാസ്മിന് നല്ലൊരു ഗെയിമറുണ്ട്, ജാസ്മിൻ നല്ല രീതിയിൽ ഇത്രയും ദിവസം ജാസ്മിൻ എന്തൊക്കെ സംഗതികളുണ്ടെങ്കിലും കൂടി പേഴ്സണലി എടുക്കാതില്ല, പക്ഷേ അത് പുറത്ത് കാണിക്കാതെ എന്താ പറയുക, ഒരു പക്ക ഗെയിമർ എന്നുള്ള കണ്ടീഷനിൽ പോയിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ജാസ്മിൻ്റെയും കയ്യിൽ നിന്ന് പോയി. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നലെ ഈ ജാസ്മിൻ്റെ ഇന്നർ വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ഇഷ്യൂ നടന്ന സമയത്ത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കാര്യം. ജിൻഡോ അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടി ജിൻഡോനെ കോർണർ ചെയ്യുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ
അസി റോക്കി നമ്മൾ ന്യായീകരിക്കുന്നില്ല. റോക്കി ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ റോക്കി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റോക്കി അവിടെ ഒരു കാരണവശാലും ജിൻഡോക്കെതിരെ പറയില്ല. നീ എന്തിനാ അവിടെ ഇന്നർ വെയർ വെച്ചു എന്ന് ഒരാളെങ്കിലും മറുത്ത് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിം ചേഞ്ച് ചെയ്യുന്ന ഒരു സംഗതിയിലുള്ളിൽ അസി റോക്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ ഇല്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു കേട്ടോ. കാരണം റോക്കി എന്നുള്ള ഉദ്ദേശം ഈ സീസണിൽ റോക്കി മാത്രമേ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും ഈ പറഞ്ഞ ജിൻഡോനെ കോർണർ ചെയ്ത് ഈ ജിൻഡോനെ ഒരു താരപരിവേഷം, രാജാവിൻ്റെ പരിവേഷം കൊടുക്കുന്ന സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഗെയിം ചേഞ്ചിങ് ഡയലോഗ് അടിക്കാനും ഡിഫറെൻറ്റ് സീൻ ക്രിയേറ്റ് ചെയ്യാനും സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും പറ്റാവുന്നൊരു വ്യക്തിയായിരുന്നു റോക്കിനെ ന്യായീകരിക്കില്ല. പക്ഷേ അയാളുള്ള ഗെയിമറെ, അയാൾ പറയുന്ന കാര്യങ്ങളും ഗെയിമറേയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ ഇന്നലെ നടന്നിട്ടുള്ളത്. ബാക്കിയുള്ള അപ്ഡേറ്റ്സായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.